ഖജുരാഹോ ഡ്രീംസ് 2 മണിക്കൂർ 4 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ. 2025 സിനിമയാണ്. തിയേറ്ററിൽ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. OTT ഇറങ്ങിയത് കഴിഞ്ഞ ആഴ്ചയാണ്. മനോജ് വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥ സച്ചി സേതുവിലെ സേതുവാണ്. മ്യൂസിക് നമ്മുടെ ഗോപിസുന്ദറാണ്. അത് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി. അത്ര നല്ല രീതിയിൽ മ്യൂസിക് ചെയ്തവർ തോന്നി. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി, പിന്നെ ധ്രുവൻ, അതിഥി രവി. ഇവരൊരു ഗ്യാങ്ങാണ്. ഈ ഗ്യാങ്ങിൽ ഒരാൾ, അതായത് ധ്രുവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, നമ്മുടെ ഖജുരാഹോയിലൊന്ന് പോയി തിരിച്ചു വന്നപ്പോൾ ഒരു കഥ പറയാണ്. അവിടെ ഒരു ദേവദാസി പരിപാടിയൊക്കെ ഉണ്ട്. പോയ 2 ആഴ്ച കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സായി തിരിച്ചു വരാം എന്ന ഒരു കഥ പറയാണ്. ആ കഥ കേട്ട് 4-5 ചെറുപ്പക്കാർ അങ്ങോട്ട് പോകുന്നതാണ് ഈ സിനിമയുടെ കഥ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ വിറ്റ്നസ് ചെയ്യുന്നതും അവിടെ അതിലൂടെ കടന്നു പോകുന്നതും അങ്ങനെ കുറേ പരിപാടികൾ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇഷ്ടപ്പെട്ടത് ഗോപിസുന്ദറിൻ്റെ മ്യൂസിക്. കേരളത്തിലുള്ളപ്പോൾ കേരളത്തിൻ്റെ സ്റ്റൈല്, പുറത്ത് പോകുമ്പോൾ അതിൻ്റെ സ്റ്റൈല്, അല്ലെങ്കിൽ അതെന്ത് മനോഹരമായിട്ട് ആ ഒരു നല്ല സിറ്റുവേഷൻ ആപ്റ്റ് ആവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നതാണ്. പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എന്ത് രസമായിട്ട്. എനിക്ക് നമ്മുടെ മല്ലു സിംഗ് ഒക്കെ ചെയ്ത ആ ഒരു ടൈം അതൊക്കെ ഓർമ്മ, എന്ത് രസമായിട്ടാണ് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. സൂപ്പറായിട്ട് ഒന്നാമത് തോന്നി മ്യൂസിക്. പിന്നെ എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നിയത് ഷറഫുദ്ദീൻ്റെ കുറേ കോമഡി നമ്പറുകളൊക്കെയാണ്. നല്ല രസമായിരുന്നു. ഷറഫിൻ്റെ ഒരു കോമഡി ടൈമിംഗ് ഉണ്ടല്ലോ, ഷറഫ് പറയുന്ന സമയത്ത്, അതാണ് കുറേയൊക്കെ ഈ സിനിമയെ കൊണ്ടുപോയത്. ശ്രീനാഥ് ബാസിയുടെ 1-2 തമാശകളൊക്കെ ഏറ്റിട്ടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. ധ്രുവൻ രസമായിരുന്നു. ധ്രുവൻ്റെ റോള് ധ്രുവൻ നന്നായിട്ട് ചെയ്തു. അർജുൻ അശോകനും ഓക്കെ ആയിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇൻഡിവിജ്വൽ സ്റ്റാറുകളായി മാറിയല്ലോ. അർജുൻ അശോകൻ ഒരു ഹീറോ ആയി മാറി, ഷറഫ് ഹീറോ ആയി മാറി. ഇങ്ങനെ ഇവർ ഇൻഡിവിജ്വലി ഭയങ്കര ആളുകളായി മാറുന്നതിന് മുന്നേ ഇവർ ഒരുമിച്ചെടുത്ത പടമാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഈക്വലി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത രീതിയിലൊക്കെയാണ്. ധ്രുവൻ ഒരു ഇച്ചിരി റോൾ കൂടുതലുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെയാണ് സിനിമ പോയത്. പിന്നെ അവിടെ ആ ഒരു ഖജുരാഹോയിൽ ഒരു 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 തലവനുണ്ട്. ഒരു ഹിന്ദി നടനാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് തോന്നുന്നത് രാജ് അർജുൻ. അടിപൊളിയായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. ചന്തുനാഥ് ഉണ്ട്. ചന്തുനാഥ് അവിടെ ഒരു ബ്ലോക്ക് ഓഫീസറായിട്ടാണ്. ചന്തുനാഥ് ആ റോള് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദി മലയാളം കുറച്ചറിയാവുന്ന ആ റോള് രസമായിട്ട് ചന്തുനാഥ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചന്തുനാഥും പിന്നെ എനിക്ക് തോന്നുന്ന ഷർഫൊക്കെയാണ് ഈ സിനിമേനെ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ കേട്ടോ. കണ്ടിരുന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്ന സിനിമയാണ്. ഭയങ്കര ഒരു പരിപാടിയും പ്രതീക്ഷിക്കരുത്. ചെറിയൊരു പരിപാടി അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ജസ്റ്റ് ആൻ ആവറേജ് മൂവി എന്ന് പറഞ്ഞാൽ ടൈം പാസിന് വേണ്ടി കണ്ടിരിക്കാം. ഷറഫിൻ്റെ കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. സോഹൻ സീനുനാലുണ്ട്. രസമായിരുന്നു ചെറിയ റോളിലൊക്കെ. അപ്പോൾ വേണമെങ്കിൽ വീക്കെൻഡ് ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമയാണ് ഖജുരാഹോ ഡ്രീംസ്. അപ്പോൾ കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.